السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറെ സ്നേഹധന്യരായ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം മാറ്റി ജീവിതത്തിൽ റാഹത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി ദുആ വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങളെ അല്ലാഹു പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധമായ റമളാൻ ശരീഫിലെ 3-ാമത്തെ ദിവസത്തിലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം പരിശുദ്ധമായ റമളാൻ ശരീഫിൽ നാം ഓരോരുത്തരും കൂടുതലായി അധികരിപ്പിക്കേണ്ട ദിക്റിനെ സംബന്ധിച്ചാണ്. റമളാൻ മാസത്തിൽ നാം കൂടുതലായി അധികരിപ്പിക്കേണ്ട ദിക്ർ ഏതാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വേള മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, പരിശുദ്ധമായ റമളാൻ ശരീഫ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതലായി എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, നീ 4 കാര്യത്തെ വർദ്ധിപ്പിക്കണം. 4 കാര്യം നീ അല്ലാഹുവിനോട് ചോദിക്കണമെന്ന ആ 4 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു 2 കാര്യം. ആ 4 കാര്യത്തിൽ 2 കാര്യം അല്ലാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നതും 2 കാര്യം, ആ 2 കാര്യം നമ്മുടെ ജീവിതത്തിൽ തീരെ ഒഴിവാക്കാൻ പാടില്ലാത്തതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ കാര്യങ്ങളെ കുറിച്ചാണ്. ഏതാണ് 2 കാര്യം? അതിൽ ആദ്യമായി പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമയാണ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് ഒന്നാമതായി പഠിപ്പിച്ചു കൊടുത്തത്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പാപമോചനം തേടലാണ്, അഥവാ ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്നാൽ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ചെയ്യുക, പൊറുക്കലിനെ തേടുക. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ സകലമാന തെറ്റുകുറ്റങ്ങളെ കുറിച്ചും എല്ലാ തെറ്റുകളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം തരാൻ, അല്ലാഹു നമുക്ക് പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാൻ വേണ്ടിയാണ് അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. ഇതാണ് 2 കാര്യം, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യം. ഇതാണ് നമ്മളെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത 2 കാര്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് അസ്അലുക്കൽ ജന്ന, സ്വർഗ്ഗത്തെ ചോദിക്കലാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വർഗ്ഗം വേണമെന്നത്. നാം ഓരോരുത്തരും എന്ത് ആരാധന ചെയ്യുന്നുണ്ടെങ്കിലും, എന്തൊക്കെ ഇബാദത്ത് ഈ ദുനിയാവിൽ വെച്ച് ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗ്ഗം കിട്ടണമെന്നതാണ്. നമുക്ക് സ്വർഗ്ഗം ലഭിക്കണം എന്നതാണ് അതുകൊണ്ടൊക്കെ നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ സ്വർഗ്ഗത്തെ ചോദിക്കാൻ വേണ്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്. 4-മതായി പറഞ്ഞത് വഅഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് കാവലിനെ തേടാൻ. നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കണമെന്നാണ്. ഏതാണ് നരകം? നരകമെന്ന് പറഞ്ഞാൽ ആ നരകത്തിന്റെ അതിഭീകരമായ അവസ്ഥയെ കുറിച്ച് നാം ഒക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് അതിന്റെ അവസ്ഥ.
നരകമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കൊണ്ട് അവന്റെ ചിന്ത കൊണ്ട് ചിന്തിച്ചെടുക്കാൻ കഴിയാത്തത്രയും ഭയാനകമായ ഒരു വീടാണ് നരകം. അല്ലാഹു തആല നരകത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തിൽ നിന്ന് കാവല് തേടാൻ വേണ്ടിയാണ് നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആയതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ ശരീഫിൽ നാം ഓരോരുത്തരും അധികരിപ്പിക്കേണ്ട ദിക്ർ ഏതെന്ന് ചോദിച്ചാൽ ആ ദിക്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഈ 4 കാര്യം കൂടി ഉൾക്കൊള്ളിച്ച ഒരു ദിക്റാണ് ഇത്. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യവും, ഇങ്ങനെ ഈ 4 കാര്യങ്ങളെയും കൂടി ഒരുമിച്ച് കൂട്ടിയ ഒരു ദിക്റാണ് ഇത്. ഈ ദിക്ർ പരിശുദ്ധമായ റമളാൻ ശരീഫിൽ നാം ധാരാളം അധികരിപ്പിക്കണം, ഒരുപാട് അധികരിപ്പിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളികളിൽ ചെല്ലുമ്പോൾ ചെല്ലാനുള്ള അവസരമുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലരും അശ്രദ്ധരാണ് ഈ കാര്യത്തിൽ. കാരണം അവരുടെ ജോലി തിരക്കുകളും മറ്റുമായിട്ട് അവർ ഇതിൽ ഇടപഴകുന്നതിൽ വളരെ കുറച്ച് ആളുകളെങ്കിലും അശ്രദ്ധരാണ്. എന്നാൽ ഇതിന്റെ ഈ ദിക്റിന്റെ മഹത്വം വലുതാണ് സഹോദരിമാരെ. അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഒന്നുകൂടെ ചൊല്ലി നോക്കാം നമുക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇതാണ് ദിക്ർ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ഒരുപാട് അധികരിപ്പിച്ച് ചെല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ദിക്ർ ഈ ദിക്റാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, ഒരാൾ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം സ്വർഗത്തെ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം അല്ലാഹുവിനോട് പറയുമെന്നാണ്. ഈ മനുഷ്യൻ എന്നെ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബേ, ഈ മനുഷ്യനേക്ക് നീ സ്വർഗത്തെ കൊടുക്കണേ അല്ലാ, ഈ മനുഷ്യനെ സ്വർഗത്തെ കടത്തണേ അല്ലാ എന്ന്. അതുപോലെ 3 പ്രാവശ്യം ദിവസത്തിൽ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നരകത്തിൽ നിന്നുള്ള അഭയം അല്ലാഹുവിനോട് തേടിയിട്ടുണ്ടെങ്കിൽ നരകം പറയുമെന്നാണ് അല്ലാഹുവിനോട്, ഈ മനുഷ്യൻ എന്നെ തൊട്ട് അഭയം ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ട് കാവൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യനെ നീ നരകത്തിലേക്ക് എത്തിക്കല്ലേ അല്ലാ, നരകത്തിൽ ഈ മനുഷ്യനെ കടത്തല്ലേ അല്ലാ എന്ന് നരകം പറയുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ജീവിതത്തിൽ സ്വർഗ്ഗം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നരകം നമ്മളെ തൊട്ട് അല്ലാഹു തആല മാറ്റി നിർത്തുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ദിക്ർ നാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, ധാരാളമായി ചൊല്ലുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയാൽ കാണാം, ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി ദുആ വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല അവരുടെ രോഗങ്ങൾ അല്ലാഹു സലാമത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു ദുആ വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജോലിയില്ലാതെ പ്രയാസത്തിലായി കഴിഞ്ഞുകൂടി ഒരുപാട് ആളുകൾ ദുആ വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അനുയോജ്യമായ ഖൈറായ ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ജോലിയുള്ളവരുടെ ജോലിയിൽ അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ അല്ലാഹു എല്ലാവിധ സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പരിശുദ്ധമായ റമളാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഈ ഭാഗത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ഒരുപാട് ആരാധനകൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.